ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുറക്കാട് പഞ്ചായത്തിലെ കരൂർ പായ്ക്കുളങ്ങര പ്രദേശത്ത് അടിപ്പാതയോ ഉയരപാതയോ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. ദേശീയപാത മറികടക്കാനുള്ള ബുദ്ധിമുട്ട് ദേശീയപാത അധികാരികളെയും കളക്ടറെയും പലതവണ നേരിൽ കണ്ട് നിവേദനം നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തപ്പെട്ടത്. ജനകീയ സമിതി ചെയർമാൻ പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശൻ ഉദ്ഘാടനം ചെയ്തു. കൺവീനർ മധു അധ്യക്ഷത വഹിച്ചു. മറ്റു പ്രവർത്തകരും ആദ്യത്തെ DPR അമ്പലപ്പുഴയിൽ നിന്നും കാക്കാഴ മേൽപ്പാലത്തിൽ നിന്നും നവരാക്കൽ വരെയുള്ള പ്രദേശത്ത് മേൽപ്പാലം ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് ആദ്യത്തെ DPR വന്നത്. എന്നാൽ കുറച്ചുപേരുടെ ഒരു അപേക്ഷ പ്രകാരം, കുറച്ചുപേരുടെ ഒരു സമ്മർദ്ദ പ്രകാരം ആ DPR ക്യാൻസൽ ചെയ്യുകയും പുതിയ DPR അമ്പലപ്പുഴ പ്രദേശം മുഴുവൻ കെട്ടിയടച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പുതിയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, വലിയ വികസനം പറയുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം കാളവണ്ടി യുഗത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള വികസനമായിട്ട് മുന്നോട്ട് പോകും. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കളക്ടർക്ക് നിവേദനം കൊടുക്കുകയും ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും നിവേദനം കൊടുത്ത് ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രാവശ്യം കളക്ടറെ സന്ദർശിക്കുകയും നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടായില്ല. ഈ കഴിഞ്ഞ മാസം 24-ാം തീയതി 2000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ദിവസം മുഴുവൻ ആളുകൾ മുഴുവൻ പട്ടിണി കിടന്നുകൊണ്ട് ഒരു ഉപവാസ സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അതിനുശേഷവും ബഹുമാനപ്പെട്ട കളക്ടറെ വന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം ആ പ്രദേശം ഒന്ന് സന്ദർശിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഇന്ന് വരെ അത് മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അവിടുത്തെ കടകൾക്ക് കച്ചവടമില്ലാതായി, ഒട്ടനവധി ജീവിതങ്ങളില്ലാതാകുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഒരു വീട്ടിലെത്തുവാൻ വേണ്ടി 2 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താവുന്ന ആ ഒരു ദൂരം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 80 രൂപ 90 രൂപ ഓട്ടോറിക്ഷ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ട്. 8 കിലോമീറ്റർ 7 കിലോമീറ്റർ സഞ്ചരിച്ച് വീട്ടിലേക്ക് വരേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഒരു സഹന സമരമാണ്. ഞങ്ങൾ ഇതുവരെയും ആ നാട്ടുകാർ മുഴുവൻ വളരെ പ്രക്ഷുബ്ധരാണ്. എന്നിട്ട് ഞങ്ങൾ ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ ആഹ്വാനപ്രകാരം വളരെ സഹന സമരമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം കണ്ടില്ല എന്ന് അടിച്ച് മുന്നോട്ട് പോയാൽ വലിയ വലിയ സമരങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ടി വരും. ഇന്ന് ഇതിനൊരു പരിഹാരം കണ്ട് ഈ ബഹുമാനപ്പെട്ട കളക്ടർ ആ പ്രദേശം സന്ദർശിച്ച് പരിഹാരം കാണുവാനുള്ള ശ്രമം നടത്തിയില്ല എങ്കിൽ ഈ വരുന്ന 23-ാം തീയതി അവിടുത്തെ വർക്ക് തടഞ്ഞുകൊണ്ടുള്ള സമരം സംഘടിപ്പിക്കുവാനായിട്ട് ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട്.